ഹായ് നമസ്കാരം, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു പോർക്ക് ഡ്രൈ ഫ്രൈ ആണ്. വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട്, നല്ല ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണേ നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3/4 കിലോ പോർക്കിറച്ചിയാണ്. നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. വലുതാണെങ്കിൽ ഒരു പകുതി എടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമ്മളിത് ഒരു കുക്കറിലേക്കിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ശേഷം തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 3 വിസിലും കൂടി വരുന്നത് വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. മീറ്റിൻ്റെ വേവ് അനുസരിച്ചിട്ടും ഈ ഒരു കുക്കറിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം കേട്ടോ. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 വിസിലും കൂടി വേവിച്ചെടുക്കും. അതിനുശേഷം അതിൻ്റെ തീ ഓഫാക്കിയിട്ട് അതിൽ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നെടുക്കാം. അപ്പോൾ അത് വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വെക്കണം. ഞാനിവിടെ നല്ല വലിയ സവോള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് 2 എണ്ണം എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നല്ല കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സവോളയുടെ എണ്ണം കൂട്ടണം. ഞാൻ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു സവാളയും ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും, ഒരു 3-4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചതച്ചെടുക്കണം. സവാള സെപ്പറേറ്റ് ചതച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ച് ചതച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അരഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ കുക്കറിലെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, എങ്കിലും ഇറച്ചിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കുറച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു മസാലയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വയ്ക്കുകയാണ്. ഇച്ചിരി അടി കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഇതിൽ നെയ്യൊക്കെ ഉരുകി വരുന്നത് കൊണ്ട് അടിയിൽ ഇച്ചിരി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് നേരത്തെ ചതച്ചെടുത്തിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ സവാളനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇറച്ചി വേവിച്ചപ്പം ചേർത്ത ഉപ്പല്ലാണ്ട് വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് സവാളയൊക്കെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നിറച്ചും നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5-6 സെക്കൻഡ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു പൊടികളുടെയൊക്കെ ഒന്ന് റോസ് സ്മെല്ലൊന്ന് മാറി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന പോർക്കിറച്ചി ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർക്കുന്നത്. തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് വേണം ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ അത് കറി റെഡിയായിട്ട് കിട്ടും. കുറച്ച് കാര്യങ്ങളൂടി ചെയ്യാനുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആദ്യം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ ആ നെയ്യൊക്കെ ഉരുകി വീണ്ടും ഇത് ഗ്രേവിയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിൽ കുറേ എണ്ണയൊക്കെ തെളിഞ്ഞ് നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി വരും. നമുക്ക് പിന്നീട് കുറച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ തെളിഞ്ഞ് വരുന്ന ഇതുപോലുള്ള നെയ്യുണ്ടല്ലോ, ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. അതാകുമ്പോൾ ഇച്ചിരി ഹെൽത്തിയും കൂടിയാണല്ലോ, അത് കഴിക്കാതിരിക്കാൻ നല്ലത്. കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി അവസാനമായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവറുള്ള മസാലപ്പൊടി ചേർക്കാം. കൂടെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഉരുകി ഇതുപോലെ ഒട്ടിപ്പിടിക്കും. ആ നെയ്യ് ഉരുകി വീണ്ടും ഇതുപോലെ ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കിനി നമുക്ക് തീ ഓഫാക്കിയിടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇരുന്ന് തന്നെ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന പോർക്ക് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ നിങ്ങൾ ചെയ്ത ആ ചീനച്ചട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാവേ. പോർക്കിറച്ചി ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ആ ചീനച്ചട്ടിയിൽ അടി പിടിക്കാനായിട്ട് നെയ്യ് ഉരുകിയിട്ടുള്ള അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് പാത്രം ഒന്ന് കഴുകിയ ശേഷം എത്രയും ഭാഗത്താണ് ഇതുപോലെ ഒന്ന് നെയ്യ് ഉരുകി അടി പിടിച്ചിട്ടുള്ളത് അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. വെള്ളം ഒന്ന് തിളച്ചു കൊടുക്കുമ്പോൾ തവി ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ വിട്ട് വരും. നെയ്യ് ഉരുകി പിടിച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതൊന്ന് ഉരുകി വരുമ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ വിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം പിന്നീട് നമുക്ക് ആ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞാൽ ഈ ഒരു രീതിയിൽ കിട്ടും. പിന്നീട് നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് കഴുകുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അല്ലാണ്ട് നമ്മളിങ്ങനെ ചെയ്യാണ്ട് നേരെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചിട്ട് വൃത്തിയാക്കുമ്പോൾ ഇച്ചിരി പാടാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാൻ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ. താങ്ക് യു.